ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തില്ലേ? ഏത് വീഡിയോ? സ്ട്രൈറ്റൻ ചെയ്താലുള്ള ദൂഷ്യഫലങ്ങൾ അല്ലേ? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ബോട്ടക്സിൻ്റെ ഒരു ഹെയർ പാക്കായിട്ട് വരാം, നാച്ചുറൽ ഹെയർ പാക്കുമായിട്ട് വരാം. അതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നോ, നമുക്ക് ബനാന വേണം. ബനാന എന്ന് പറയുമ്പോൾ ഏത് ബനാന വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പാളയംകുടം പഴം ഉണ്ടല്ലോ, അത്, റോബസ്റ്റോ, ഏത്തപ്പഴം കേട്ടോ. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും മതി നമുക്ക് വേണ്ടത്. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് മൈദ മാവാണ്. മൈദ, പിന്നെ അമേരിക്കൻ മാവ് എന്നൊക്കെ പറയേ, ഓരോ ദേശത്തും ഓരോ ഇതാണല്ലോ. മൈദ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മൈദ, അതാണ് അടുത്തത് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. അത് കഴിഞ്ഞ് എഗ്ഗ് മുട്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന തൊട്ട് സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി, അല്ലാത്തവർക്ക് ഹോൾ മുട്ട എടുക്കാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പഴം അരച്ചത്, അതായത് ഏതെങ്കിലും പഴം, ഞാൻ പറഞ്ഞല്ലോ റോബസ്റ്റോ ആണെങ്കിലും പാളയംകുടനാണെങ്കിലും ഏത്തപ്പഴമാണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഓക്കെ, അതൊരു 1/2 കപ്പ് വേണം. അപ്പം ഞാൻ ഈ പറയണത് ഒരു ആവറേജ് ഹെയർ ഉള്ളവർക്കാണ് കേട്ടോ. ഒരു ആവറേജ് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴുത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇത്രയൊക്കെ വരെ കേട്ടോ, കാണുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ വരെ ഹെയർ ഉള്ളവർക്കാണ് ഇപ്പം ഞാൻ പറയുന്ന ഈ അളവ്. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയാക്കാം കേട്ടോ. അപ്പോൾ ആവറേജ് ഹെയർ ഉള്ളവർക്കുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പഴം അരച്ചത്, അതായത് ബനാന അരച്ചത് 1/2 കപ്പ് വേണം. ഓക്കെ, അതിലേക്ക് നമുക്ക് മൈദ ഒരു 2 3, നിങ്ങളത് ഇടുമ്പോൾ നിങ്ങൾക്കൊരു കണക്കുണ്ട് കേട്ടോ. ഒരു 3 സ്പൂണാണ് ഞാൻ ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കത് പാകമായത് ഒരു 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 3 സ്പൂണ് ഈ മൈദ ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ കോക്കനട്ട് മിൽക്ക്, അതായത് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രഷ് മിൽക്ക് ആവണേ. നമ്മളത് ഒന്ന് പിഴിഞ്ഞിട്ട് ആ മിൽക്ക് എടുക്കണം. എന്നിട്ട് ആ തേങ്ങ നിങ്ങൾ കളയണ്ട, നിങ്ങൾക്ക് കറികളിലൊക്കെ ഇടാം. ഓക്കെ, അതൊരു 2 സ്പൂൺ ഒഴിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുടി അധികം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ, മുട്ട മുഴുവനായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ബീറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കണം. എന്നിട്ട് നിങ്ങൾ ആവശ്യം പോലെ നിങ്ങൾ ആ മിശ്രിതത്തിൽ ഒഴിച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ അധികം മുടിയുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു മുട്ട കംപ്ലീറ്റ് വേണ്ടി വരും. പിന്നെ മുട്ട ഇച്ചിരി അധികമായെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഫുള്ള് മുട്ട ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനൊന്നും കൂടെ പറയാം. നമുക്ക് ബോട്ടക്സ് നാച്ചുറൽ ഹെയർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ: പഴം അരച്ചത്, ബനാന അരച്ചത് 1/2 കപ്പ്, 3 സ്പൂൺ മൈദ മാവ്, 2 സ്പൂൺ തേങ്ങാപ്പാൽ, പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാം. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സെക്ഷൻ തിരിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. സെക്ഷൻ തിരിച്ച് ഓരോ സെക്ഷനും എടുത്ത്, ഇപ്പം മിക്കവാറും നിങ്ങളെല്ലാവരും പാർലറിൽ പോയി ഇത് ചെയ്തവരായിരിക്കും, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് സെക്ഷൻ തിരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് 1 മണിക്കൂറൊക്കെ ഒരു മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും മുടി ഇങ്ങനെ നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത പോലെ നമുക്കാവും. ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, മുട്ടയുടെ മണം അധികം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഷാമ്പു ഇട്ട് വാഷ് ചെയ്തോളൂ, അപ്പോൾ അത് മാറിക്കോളും. പിന്നെ ഇത് ഇടുന്നതിന് മുന്നേ, പാക്ക് ഇടുന്നതിന് മുന്നും ഷാമ്പു ഇടണേ, ഒട്ടും എണ്ണ പാടില്ല തലയിൽ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഷാമ്പു വാഷ് ചെയ്ത് മുടി ഉണക്കിയതിന് ശേഷമാണ് ഈ പാക്ക് ഇടുന്നത്. ഓക്കെ, ഒരു ഏപ്രിലിന് ഇട്ടോളൂ, അല്ലെങ്കിൽ ദേഹത്തൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ തിരിച്ച് ഇത് വലിച്ച് നീട്ടി, ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ പണി. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ എടുത്ത് സെക്ഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വലിച്ച് നീട്ടി വെക്കണം. അടുത്ത സെക്ഷൻ എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വലിച്ച് നീട്ടി വെക്കണം. ബ്രഷിനേക്കാളും നല്ലത് കൈയാണ്.
കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ആവല്ലോ. സ്കാൾപ്പിലായെന്നോർത്ത് കുഴപ്പമില്ല, നമ്മുടെ സ്കാൾപ്പിനും നല്ലതാണിത് കേട്ടോ. അതുകൊണ്ട് സ്കാൾപ്പിലായെന്നോർത്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്കാൾപ്പ് തുടങ്ങി താഴത്തേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, വലിച്ച് നീട്ടി വെക്കണം. ഇനി നിങ്ങൾക്ക് തോന്നാണ് വലിച്ചത് ശരി, കുറച്ചും കൂടെ വലിയാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചീവിക്കോളൂ കേട്ടോ. ചീപ്പ് വെച്ച് ചീവി വലിച്ച് താഴെ വരെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം തീരും. പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, അത് ശരിക്കും അകത്തൊക്കെ ഉണങ്ങണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം 1 മണിക്കൂർ പറഞ്ഞത്. അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങളുടെ ഉണങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞതിന് ശേഷം കുറച്ച് ഷാമ്പൂ ഇട്ട് ഒന്നും കൂടെ വാഷ് ചെയ്യുക. ഇനി ഒന്നും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അതെന്താണെന്നോ, നമുക്ക് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണക്കാം കേട്ടോ. അപ്പോൾ കുറേ കൂടെ നല്ലതാണ്. ഹെയർ ഡ്രയർ വെച്ച് നല്ലോണം ചീപ്പ് വെച്ച് ചീവി വലിച്ച് ചീവി ഉണക്കി കഴിഞ്ഞാൽ നിങ്ങൾ പാർലറിൽ പോയി സ്ട്രെയിറ്റൻ ചെയ്ത പോലെ തന്നെ ഇരിക്കും. അതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. എൻ്റെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? അതെല്ലാം നല്ല റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും എടുത്ത് ചെയ്തോളൂ. ഇതിലേത് ചെയ്താലും മതി കേട്ടോ. എല്ലാത്തിൻ്റെയും ഗുണം ഒന്ന് തന്നെയാണ്. എന്താണ്? നമ്മുടെ സ്കാൾപ്പിൻ്റെ ആരോഗ്യം, മുടിയുടെ ആരോഗ്യം, ഫോളിക്കിളിൻ്റെ ആരോഗ്യം, പിന്നെ സ്പ്ലിറ്റ് പോവുക, മുടി കൊഴിച്ചിൽ മാറുക, മുടി സ്ട്രെയിറ്റായിട്ട് കിടക്കുക, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഇതിന് ഈ ട്രീറ്റ്മെൻറ്റുകൾക്കെല്ലാം കിട്ടും. ബനാനയുടെ ഗുണം ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. എല്ലാത്തിൻ്റെയും ഗുണം ബനാന എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൾപ്പിനും അതുപോലെ ഹെയറിൻ്റെയും എല്ലാ ഡാമേജും മാറുന്നതിനും നറിഷ് ആവുന്നതിനും അതുപോലെ പിന്നെ തിളക്കം കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. മൈദമാവ് നമ്മളെടുത്തിരിക്കുന്ന നമുക്ക് സ്റ്റാർച്ച് ഒരു ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കാനാണ് നമ്മൾ മൈദ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കോൺഫ്ലോർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മൈദയാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ കോക്കനട്ട് മിൽക്കാണ്, തേങ്ങാപ്പാലാണ്, ഫ്രഷ് തേങ്ങാപ്പാലാണ്. ഇത് ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ എലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിന് കേട്ടോ, അതുപോലെ തിളക്കം നിലനിർത്തുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും സ്കിന്ന് നറിഷ് ആവുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനും എല്ലാത്തിനും തേങ്ങാപ്പാൽ നല്ലതാണ്. പിന്നെ അടുത്തത് നമ്മൾ മുട്ടയാണ്. മുട്ട ധാരാളം ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതും മുടിക്ക് എലാസ്റ്റിസിറ്റി നൽകുന്നതിനും ഷൈനിങ് കിട്ടുന്നതിനും പിന്നെന്താ മുടി പൊട്ടിപ്പോകുന്ന സ്പ്ലിറ്റ് മാറുന്നതിനും എല്ലാത്തിലും ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കണം. നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് ഉണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ 7 വർഷമായിട്ടായി ഈ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തിലൊക്കെ ഇട്ടതൊക്കെ എടുത്ത് നിങ്ങളൊന്ന് കാണണേ. ഒത്തിരി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും പുതിയതായിട്ട്. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.